ബാപ്റ്റിസത്തിനും ഹോളി കമ്മ്യൂണിയനും ഒക്കെ നല്ലൊരു സാരിയല്ലേ ഇത്. ഒരു ചിക്കു ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. പക്ഷേ നല്ല പെർഫെക്ഷനായിട്ട് വന്ന ഒരു എംബ്രോയ്ഡറി വർക്കാട്ടോ. നല്ല രസമുണ്ട്. ഒരു കൂട്ടമായിട്ടുള്ള ഫ്ലവേഴ്സ്, അതുപോലെ ഇതിൽ സെൽഫായിട്ട് തന്നെയുള്ള എംബ്രോയ്ഡറി വർക്കും കൂടെ വരുന്നുണ്ട്. സൈഡിലൂടെ വളരെ ചെറിയ എംബ്രോയ്ഡറി വർക്കുകൾ. ആ കൂട്ടമായിട്ട് വരുന്ന ആ ഫ്ലവേഴ്സിൻ്റെ ഇത് കണ്ടോ, പല്ല് കണ്ടോ, ഇത് രസമായിട്ടാണ് വന്നിരിക്കുന്നതെന്ന് നോക്കിയേ. ഇപ്പോൾ ഈ സാരി ഇപ്പം ഒരു കുറച്ച് പേർക്കായിട്ട് യൂണിഫോമായിട്ട് ഒരു ബാപ്റ്റിസത്തിനോ ഹോളി കമ്മ്യൂണിയനോ അങ്ങനെ വേണമെങ്കിലും ഈ സാരി ഇപ്പോൾ അവൈലബിൾ ആണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 2779 ടെസറിലാണ്. വളരെ സോഫ്റ്റാണ്. അതുപോലെ വെയർ ചെയ്യാനും എളുപ്പമാണ്. ചെറിയ ചെറിയ പ്ലേറ്റഡ് ആയിട്ടും അതുപോലെ വൺ ലെയർ ആയിട്ടും ഈ സാരിയെ നമുക്ക് വെയർ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ബോർഡറിലായാലും ആ ഡിസൈനുകൾ അങ്ങനെ വന്നിരിക്കുന്നതിനെയാണ് കേട്ടോ അതിനെ കൂടുതൽ ഹൈലൈറ്റ് ചെയ്യുന്നത്. പിന്നെ ഇത് ട്രാൻസ്പെറൻ്റ് അല്ല, സാരി വെയ്റ്റ്ലെസ് ആണ്. ഇത്രയും ഭംഗിയുള്ള എംബ്രോയ്ഡറി വർക്കാണെങ്കിൽ അതിനൊരു തിക്നെസ് ഒന്നും ഇങ്ങനെ നമുക്ക് സാരി ഉടുക്കുമ്പോൾ ഒരു തിക്നെസ് ഒക്കെ വരില്ലേ, അതൊന്നും ഇതിന് വരുന്നുമില്ല. നല്ല ഭംഗിയായിട്ട് തന്നെ ഇത് ചെയ്തിരിക്കുന്നു. സൈഡിലൂടെ ആ എംബ്രോയ്ഡറി വർക്കുകൾ വരുന്നതുണ്ടോ. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ല് വരുന്നത്. ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ടും വരുന്നുണ്ട്. ബ്ലൗസ് പീസ് ഈ ചെറിയ ഡോട്ട്സ് ആയിട്ട് തന്നെയാണ് ബ്ലൗസ് പീസും വരുന്നത്. അതുപോലെ ട്രാൻസ്പെറൻ്റ് അല്ലാത്ത കാരണം നമുക്ക് വൺ ലെയർ ആയിട്ടൊക്കെ വെയർ ചെയ്യാനും പറ്റും.